ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൈന ജോയ് വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ ബീഫ് കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് 3/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ശേഷം നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കഴുകി വച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും 1 സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുക്കർ അടച്ചു വെച്ച് 8 വിസിൽ വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബീഫ് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 250 ഗ്രാം ചെറിയ ഉള്ളി, 2 സവാള, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് 1 സ്പൂൺ, 1 തക്കാളി, 3 പച്ചമുളക്. ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിക്കാം. ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സ്പൈസസും പെരുംജീരകവും ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. നന്നായിട്ട് വഴന്നു വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയം ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. ഈ സമയം കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി നേരത്തെ വേവിക്കാൻ വച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ബീഫ് കറി ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നന്നായി കുറുകി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം 1/2 സ്പൂൺ പെപ്പർ പൊടിയും 1/2 സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ വിതറി കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. രുചികരമായ ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല സ്വാദുള്ള ബീഫ് കറിയാണ്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.